ഹായ് ഗായ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നുണ്ടല്ലോ ദുബായ് അൽക്കുത്തറയിലാണ് കേട്ടോ. അതുകൂടാതെ ഇതിന് വേറൊരു പേരുണ്ട് കേട്ടോ, ലവ് ലേക്ക്. ഇവരിത് ആർട്ടിഫിഷ്യലായിട്ട് ലവിൻ്റെ രീതിയിലാണ് കേട്ടോ പണിതേക്കുന്നത്. അതുകൊണ്ട് ഒരുപാട് ബേഡ്സും എല്ലാം ഉണ്ട്. ഇവിടെ നൈറ്റ് ഇഷ്ടം കണക്ക് ആൾക്കാർ വരുന്നൊരു സ്പോട്ടാണ് കേട്ടോ. നൈറ്റ് ക്യാമ്പിങ്ങിനും അവർ ഗ്രില്ലിനും അതുകൊണ്ട് മ്യൂസിക് അതുകൊണ്ട് ഒരുപാട് ആക്ടിവിറ്റീസിന് നൈറ്റ് ഇവിടെ വരുന്നതാണ്. നമ്മളും ഇന്നലെ നൈറ്റ് അവരോടെ 10 മണിക്ക് ഇവിടെ വന്നതാണ് കേട്ടോ. വന്ന ഉടൻ തന്നെ നമ്മൾ ഇവിടെ ലൈറ്റ് എല്ലാം സെറ്റ് ചെയ്തു. ഇവിടെ ഇലക്ട്രിസിറ്റി ഒന്നുമില്ല. അതിൻ്റെ പുറകെ നമ്മുടെ ടെൻറ്റ് നമ്മൾ സെറ്റ് ചെയ്തു. അതുപോലെ തന്നെ നമ്മളൊരു ഫിഷിനെയും കൊണ്ടാണ് വന്നത് കേട്ടോ. വന്ന ഉടൻ തന്നെ ഫിഷിനെ നല്ല രീതിയിൽ കഴുകി നമ്മൾ മസാലയൊക്കെ പുരട്ടി അതിന് ഗ്രില്ലിനുള്ള പരിപാടിക്ക് നമ്മൾ തുടങ്ങി കേട്ടോ. കാളാഞ്ചി 1.5 കിലോയുടെ കേട്ടോ. വിരിഞ്ഞു വന്നോളൂ. വര ഇട്ടിട്ടുണ്ട് മസാല. അങ്ങനെ നമ്മൾ അകത്ത് മസാല ഇങ്ങനെ തേച്ച് പിടിക്കുകയാണ് കേട്ടോ. ഓക്കെ, അങ്ങനെ ഗൈസ് നമ്മളത് 1 മണിക്കൂർ റെസ്റ്റിന് വെച്ചേക്കുവാണ്. അങ്ങനെ നമ്മൾ കൽക്കരി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കൽക്കരി കത്തിക്കാൻ പറ്റുന്ന ഒരു ലിക്വിഡാണ്. കൽക്കരി അതിനകത്ത് ഇട്ടിട്ടുണ്ട്. മൊത്തം പിടി മറ്റേ മണ്ണെണ്ണ ജെല്ലാക്കി തന്നൂടാ. നമ്മുടെ ചാർക്കോൾ നമ്മൾ കത്തിക്കുന്നുണ്ട്. അവിടെ ടെൻറ്റ് നമ്മുടെ റെഡി ആയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ഫിഷ് റെസ്റ്റിന് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിനിയും 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ചാർക്കോളിലോട്ട് വയ്ക്കുന്നത്. അപ്പോൾ ഈ സ്ഥലം ഒന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പൊന്നോ വൈബ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്ന് ക്യാമ്പ് അടിക്കാൻ ഗ്രില്ല് ചെയ്യാൻ ടോപ്പ് സാധനം. നമ്മുടെ ചാർക്കോൾ ഫുള്ള് കത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ റെസ്റ്റിന് വെച്ചിരുന്ന ഫിഷ് എടുത്ത് ഗ്രില്ലിനകത്ത് വയ്ക്കാൻ പോവാണ്. മീൻ കുറച്ച് മതി, പക്ഷെ ഇത് എനിക്ക് കരിഞ്ഞു പോകുന്നതിന്റെ പേര്. അത് ശരി, ഈ ചൂട് ഒരു സൈഡിൽ തന്നെയല്ലേ. അങ്ങനെ നമ്മുടെ ഗ്രില്ല് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല വേവായിട്ടുണ്ട്. ഇതാണ്
ഡെക്കറേഷൻ ചെയ്യും. നമ്മുടെ മീനിന്റെ കൂടെ പൊറോട്ടയാണ് കേട്ടോ നമുക്കുള്ളത്. പൊറോട്ട ആൻഡ് ചിക്കൻ കറി. അപ്പൊ ആദ്യം ഒന്ന് ടേസ്റ്റ് ചെയ്ത് പറയാൻ പോകുന്ന ഇവരാണ് കേട്ടോ. മാനുവൽ തന്നെ ടെസ്റ്റ് ചെയ്തോ? എല്ലാ ഭൂരിഭാഗം ആണോ? ഞാൻ തന്നെ ടെസ്റ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, പൊറോട്ട എടുത്തിട്ടുണ്ട്, കഴിക്കാം. അടുത്തൊന്ന് കാണിച്ചാൽ നല്ല കണക്ക് കണ്ടിട്ടുണ്ട് കേട്ടോ. നല്ല സാധനം. ഇത് സാധനം മൂത്ത് നോക്കും. നല്ല സ്മൂത്ത് വേണം കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ നൈറ്റിലത്തെ ക്യാമ്പ് കഴിഞ്ഞു കേട്ടോ. ഇത് നാളെ രാവിലെയാണ്. അപ്പൊ ഇതെല്ലാം ഞങ്ങൾ കഴിച്ചിട്ട് നാളെ രാവിലത്തെ ഇത് കാണും. നൈറ്റ് അടിപൊളിയായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നല്ലോ നൈറ്റ്. സംഭവം നൈസായിരുന്നു. ഒരുപാട് ക്യാമ്പ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഇന്നലെ നൈറ്റ് വന്നപ്പോൾ ഇതിനകത്ത് മൊത്തം ക്യാമ്പുകളായിരുന്നു. ഇപ്പം തന്നെ ആൾക്കാര് വണ്ടിയിലൊക്കെ കണ്ടിട്ടില്ലേ, കുറെ പേര് പോയി. എന്നാലും ഒരുപാട് പേരുണ്ടായിരുന്നു. ഒരുപാടുണ്ട് ഗൈസ്, ഒരുപാട്. ഇങ്ങനെ ഇവിടെ വലിയൊരു ലേക്കാണ്. ഇപ്പൊ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ എത്രത്തോളം അറിയുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതുകൊണ്ട് അപ്പുറത്തെ ലേക്കും ഭയങ്കര ലേക്കാണ്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ? അങ്ങ് അറ്റത്ത് വരെ ഇതിന്റെ ഉണ്ട്. ഇതുണ്ടോ? അവിടെ വരെ നല്ല ദൂരമുണ്ട് കേട്ടോ. അവിടെയും ലേക്കുകളുണ്ട്. നിങ്ങൾക്ക് ക്യാമ്പ് അടിക്കുമ്പോഴത്തേക്ക് വന്നിട്ട് അങ്ങനെ തിരിച്ചു പോകേണ്ട കാര്യമൊന്നും ഇല്ല. നമുക്ക് റിവർ സൈഡിലെങ്കിലും ഇപ്പുറത്തോ ഇവിടെ എല്ലാം നമുക്ക് എവിടെ വേണേലും നമുക്ക് ക്യാമ്പ് ചെയ്യാം കേട്ടോ. അതാണ് ഇവിടുത്തെ പ്രത്യേകത. പക്ഷെ നമ്മുടെ സ്ഥലമുണ്ട്, നമുക്ക് ഫ്രീഡം ഉണ്ട്. പാട്ട് വെക്കാനാണെന്നല്ലോ കാര്യത്തിലാണെന്നല്ലോ. ഇന്നലെ ഞാൻ വന്നപ്പോഴത്തേക്ക് അവിടെ ഭയങ്കര മ്യൂസിക് ആയിരുന്നു. അവിടെ മണിച്ചേട്ടൻ്റെ അങ്ങനെ ഭയങ്കര ഒരു വൈബ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ വന്ന് അടിച്ചു പൊളിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. പിന്നെ ഈ ക്യാമ്പ് ചെയ്യുമ്പോൾ ആ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വാഷ്റൂം ഇല്ല കേട്ടോ. വാഷ്റൂമിന് നമ്മൾ ഏകദേശം 6 കിലോമീറ്റർ അപ്പുറം പോകണം, എന്നാലേ നമുക്കുള്ളൂ. ഇവിടെ അടുത്തൊന്നും ഇല്ല. വണ്ടി ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നമാണ്. വണ്ടിയൊക്കെ ഉള്ളവർക്ക്, വണ്ടി കൊണ്ട് വരുന്നവർക്ക് അതൊരു പ്രശ്നമല്ല. അപ്പം ഇതുവഴി അങ്ങോട്ട് അകത്തോട്ടൊക്കെ പോകാം. ബേർഡ്സ് ഒക്കെ പറയുന്നുണ്ടോ? ഗൈസ്, ഞാൻ ഇങ്ങനെ നടന്ന് ഇവിടെ വരെ ആയി. ഒരുപാട് നടന്നു കേട്ടോ. നമ്മുടെ ക്യാമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ടെൻ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അറ്റത്താണ് കേട്ടോ. നമുക്കത് ഇവിടെ നിന്ന് കാണാൻ പറ്റത്തില്ല. അതുകൊണ്ടൊക്കെ ആയിട്ടുണ്ട്. ആ ലേക്ക് കഴിഞ്ഞിട്ട് അടുത്ത ലേക്കാണ് കേട്ടോ ഇത്. ഇങ്ങനെ ഇവിടെ ഒരുപാട് പേരുണ്ട്. ഒരുപാട് അരയണങ്ങളും സാധനങ്ങളും എല്ലാം ഇവിടെ നിന്നും കളിക്കുന്നുണ്ട്. ോ ഞാൻ പറഞ്ഞതിൻ്റെ കൂടെ തന്നെയാണ് ഗൈസ്. ഇവിടെ ബേഡ്സിൻ്റെ അയ്യരുകളിയാണ് ഏറ്റവും കൂടുതൽ ഇവർ പിടിച്ചത് ബേഡ്സിലാണ് കേട്ടോ.
നല്ല രസമാണ് ഒന്നാമത്തെ കാര്യം നമ്മൾ നിൽക്കുന്നത്. അത് പറക്കുന്ന ബേഡ്സ്, പറക്കാത്ത ബേഡ്സ്, എല്ലാ രീതിയിലുള്ള. അപ്പം ഇതാണ് കേട്ടോ ഇവിടുത്തെ ഫുഡ്. ഇതുങ്ങൾക്ക് കൊടുക്കുന്ന ഫുഡാണ്. ഞാൻ എടുത്ത് കാണിക്കാം. ഇവർക്ക് കൊടുക്കുന്ന ഫുഡാണ് കേട്ടോ. ഇത് ഒരുപാട് നല്ല അങ്ങനെ ആൾക്കാർ കൊടുത്ത് ഇവിടെ എല്ലാം കിടപ്പുണ്ട്. നമുക്ക് ഇവിടെ വന്നിട്ട് ഇതിനൊക്കെ ഫുഡ് കൊടുത്ത് നിൽക്കുകയൊക്കെ ചെയ്യാം. അടിപൊളി സ്ഥലം കേട്ടോ, എന്തൊക്കെ പറഞ്ഞാലും അടിപൊളി സ്ഥലം. അവിടെ രണ്ടുപേരും നിന്ന് കുളിക്കുന്നുണ്ട്, രാവിലത്തെ കുളിയാ. നമ്മുടെ വെളിവശെല്ലാം കണ്ടല്ലോ, ഞാൻ വെളിവശത്തെ എല്ലാ വീഡിയോ എടുത്തിട്ടുണ്ട്. എന്നോട് പറ്റുന്ന രീതിയെല്ലാം ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളടുത്ത് നിന്നവർ കുക്ക് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ കാണിച്ചുതരാവേ. അവർ ഇന്നലെ നൈറ്റ് തൊട്ട് സ്റ്റേ ആണ്, കുക്കിങ്ങും കാര്യങ്ങളും എല്ലാം സെറ്റായിട്ടാണ് വന്നത് കേട്ടോ. വിച്ച് ഫുഡ് ദിസ്? This one they call in the Philippines sinangag. Philippine. Yeah. Ah. They call it sinangag in the Philippines. Yeah. In the international, it is called White rice. fried rice. Okay. They call fried rice. Okay. What this? That one is sweet potato. Potato. Sweet potato grilled. Oh, Grilled potato. Yeah. ഇന്ന് നൈറ്റ് തൊട്ട് നമ്മളടുത്ത് സ്റ്റേ ചെയ്തതാണ് കേട്ടോ. നമ്മൾ ഇവിടെയാണ് ക്യാമ്പ് സെറ്റ് ചെയ്തത് കേട്ടോ. ക്യാമ്പ് നമ്മൾ ഇന്നലെ നൈറ്റ് മൊത്തം ഇവിടെ ആയിരുന്നു, ലൈറ്റ് എല്ലാം സെറ്റ് ചെയ്തത്. നമ്മുടെ ഗ്രില്ലും ഇവിടെ ആയിരുന്നു. നമ്മുടെ ചാർക്കോളെല്ലാം നമ്മൾ മൂടി എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ ക്ലീൻ ചെയ്തു, ഫുള്ള് ക്ലീൻ ചെയ്തു കേട്ടോ. പ്ലാസ്റ്റിക് നമ്മൾ ഗാർബേജ് ബാഗിനകത്ത് എല്ലാ പ്ലാസ്റ്റിക്കും ആക്കിയിട്ടുണ്ട്. ബാക്കി ഒറ്റ പ്ലാസ്റ്റിക്കിൻ്റെ ഇതുപോലെ നമ്മളിവിടെ വേസ്റ്റ് ആയിട്ട് ഇട്ടിട്ടില്ല, ഒരു വേസ്റ്റ് പോലും നമ്മൾ ആക്കിയിട്ടില്ല കേട്ടോ. ഇവിടെ ടെൻ്റ് അടിക്കുന്നുണ്ട് അവർ. അപ്പം നമ്മളിപ്പോൾ ടാക്സി വിളിച്ചിട്ടുണ്ട്, ഏകദേശം 1 മണിക്കൂറിനകത്ത് ടാക്സി വരും. അപ്പോൾ അവിടെ ചായക്കടയുണ്ട്, അവിടെ നിന്ന് ചായ കുടിച്ചിട്ട് അങ്ങനെ നമ്മുടെ വീഡിയോ വൈറ്റപ്പ് ചെയ്യുവാണ് ഗൈസ്. നമ്മൾ പോവാണ്, നമ്മുടെ വണ്ടിയിൽ സാധനങ്ങളെല്ലാം ഞാൻ കയറ്റിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ പോവാണ്.